ഓ, ഈ വണ്ടി എവിടെയെങ്കിലും നീ കൊണ്ടുപോയി സുരക്ഷിതമാക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ആ പാടുള്ള എൻ്റെ ഒരു വണ്ടിയാണ്. ഇതാണെങ്കിൽ 2 കോടി രൂപയുടെ മുതലും വണ്ടിയാണ്. അത് ആരെങ്കിലും എടുത്തോണ്ട് പോവുകയാണെങ്കിൽ ഞാൻ തീർന്നത്. ആരും എടുക്കാതെ ഇവിടെ വിടാകുമ്പോൾ ആരും വരത്തില്ലല്ലോ. ഇവിടെ പോലീസ് സ്റ്റേഷനല്ലേ, ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണ് ഈ നിന്റെ വണ്ടി. എന്തായാലും ഈ സാറിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം, സാറേ എൻ്റെ ഈ വണ്ടിയെല്ലാം ഒന്ന് സുരക്ഷിതമാക്കി വെച്ചോണം. ഒരു കള്ളനും കയറാതെ ഇവിടെ നോക്കിക്കോണം. കള്ളം വല്ലതും കയറിയെന്നറിഞ്ഞാൽ എൻ്റെ ശക്തി നിങ്ങൾക്കറിയാമല്ലോ. അത് പ്രവർത്തിച്ച് ഞാൻ ഈ നാട് തന്നെ ഇല്ലാതാക്കും. എൻ്റെ വണ്ടി ഇവിടെ സുരക്ഷിതമായിരിക്കണം. ഓ, എൻ്റെ വണ്ടി എന്തായാലും സുരക്ഷിതമായി. എന്തായാലും നീ വീട്ടിൽ പോയി സ്വസ്ഥതമായിട്ട് കിടന്ന് ഉറങ്ങാം. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം എൻ്റെ പൊന്നെ ഇൻട്രോ പറയാനും സമ്മതിക്കത്തില്ല. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് വലിയ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. അപ്പം ഇന്നാണെങ്കിൽ ഗൈസ് വലിയ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങുക ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൊറയും കൊത്തിയൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. വലിയ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ കാർ എടുത്തുകൊണ്ടാണെങ്കിൽ നമ്മൾ ജോണിൻ്റെ വീട് വരെ ഒന്ന് പോവാം ഗൈസ്. ജോണിൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ജോണിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം അവിടെ ഇരിക്കാൻ ഗൈസ്, വല്ലതൊക്കെ തിന്നതിന് ശേഷം പിഞ്ചാനും ഇല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ബോറടിക്കാനുമാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പം നമ്മൾ പോകുന്ന വരിയിലാണ് ഗൈസ് നമ്മളെ കാറിൻ്റെ ടയറാണെങ്കിൽ ഒന്ന് പഞ്ചറും കാര്യങ്ങളൊക്കെ ആയത്. പിന്നെ ആ കാറിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി ഗൈസ്. അപ്പം പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഇട്ട്, ഇതാണെങ്കിൽ മോൺസ്റ്റർ ടയറാണ് ഗൈസ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു മോൺസ്റ്റർ ടയറാണ്. ഇതൊക്കെ ആണെങ്കിൽ ഓഫ് റോഡറാണ് ഗൈസ്. ഓഫ് റോഡർ ടയറാണ് ഗൈസ് ഞാൻ ഇട്ടേക്കുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ ജോണിൻ്റെ വീട്ടിലോട്ട് വിടാം. വലിയ ബോറടിയൊന്നും ഇല്ല, എന്നാലും വെറുതെ ഇരിക്കാൻ പോയി ചെറിയ ബോറടി പോലെ. അതുകൊണ്ടാണ് ഞാൻ ജോണിൻ്റെ വീട്ടിലോട്ട് ഞങ്ങളൊക്കെ വന്നത്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ജോണിൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാം. എടാ ജോണേടാ, ഇവനില്ലേ, ഇവൻ കിടന്ന് ഉറങ്ങിയാണ്. വല്ലൊന്നും ഉറങ്ങുന്നില്ലേ എടാ ജോണേ? പിന്നെ ജോണേ, നമുക്ക് വല്ലതൊക്കെ എവിടെയെങ്കിലും കറങ്ങാനും പോവാടാ, നീ വരുന്നുണ്ടോ? ഇല്ലടാ, ഞാനൊന്നും വരുന്നില്ലടാ. നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഒരു ഗോസ്റ്റ് ബൈക്കുകളൊക്കെ വന്ന്, അത് ഞാനൊന്ന് നോക്കാൻ പോവുകയാടാ. അപ്പം ഞാനിന്ന് കറങ്ങാനൊന്നും ഇല്ലടാ, നീ പൊയ്ക്കോ. അവനും നീ വരത്തില്ലെന്നാണ് ഗേസ് പറയുന്നത്. പിന്നെ ഗേസ് അവിടെ ഏതാണ്ട് ഒരു വണ്ടി എക്സിബിഷനുകളൊക്കെ വന്നതാണ് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഗേസ്. അത് 2 കോടി രൂപയുടെ മുതലാണ് ഗേസ്. അപ്പം നമുക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം ഗേസ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇത്രയും വലിയ സാധനം വന്നിട്ട് നമ്മൾ കാണാതിരിക്കുന്നത് ഒരു മോശമല്ലേ. അതുകൊണ്ട് തന്നെ ഗേസ് ഞാനൊന്ന് പോയി നമുക്ക് നോക്കാം ഗേസ്, ആ വണ്ടി കൊള്ളാവോ. എന്നിട്ട് ഗേസ് അത് എനിക്ക് തരണം നമുക്ക് പേടിക്കണ്ടേ ഗേസ്. ഒരു ഗോസ്റ്റ് ഡ്രൈവർ ബൈക്കുകളുമാണ് എനിക്ക് തോന്നുന്നു. അത് ഏതാണ്ട് പണക്കാര വണ്ടിയാണ് ഗേസ്, അല്ലാതെ അങ്ങനെയൊന്നും വരത്തില്ലല്ലോ 2 കോടി രൂപയുടെ ഒക്കെ വണ്ടി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞൂടെ ഗേസ്. പ്രത്യേകത അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗേസ്. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരാണ് ലൈക്ക് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പം നമുക്ക് സപ്പോർട്ടുകളാണ് ഗൈസ് കൂടുതൽ വേണ്ടുള്ളത്. അപ്പം നമുക്ക് നേരെ ഗൈസ് നമുക്ക് കത്തിച്ച് വിടാം ഗൈസ് പോലീസ് സ്റ്റേഷനിലോട്ട്. അപ്പം നമ്മളെ വണ്ടിയുടെ ഡോറുകൾ നല്ല രീതിക്ക് ലൂസായല്ലോ ഗൈസ്. ഈ വണ്ടിക്ക് ഇങ്ങനെയാണ് ഗൈസ്, ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ഇങ്ങനെയാണ്. ഡോറാണെങ്കിൽ പെട്ടെന്ന് ലൂസാവും ഗൈസ്. അപ്പം ഗൈസ് നമ്മളെ വണ്ടിയാണെങ്കിൽ അങ്ങോട്ട് കയറ്റാം ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെന്ന് കയറാം ഗൈസ്. ഏത് ബൈക്കാണെന്നൊക്കെ നമുക്കറിയണ്ടേ. എൻ്റെ പൊന്നെ, ഇത് ഗോസ്റ്റ് ഡ്രൈവറിൻ്റെ ബൈക്കും കാർഡുമാണ് ഗസ്. നമ്മളില്ല ഫിലിമിലും ആൾക്ക് കാണത്തില്ല ഗസ്, കാർട്ടൂണിലൊക്കെ ഗോസ്റ്റ് ഡ്രൈവറിൻ്റെ അതേ വണ്ടി തന്നെയാണ്. എൻ്റെ പൊന്നെ 2 കോടി ഗസ്. ഇതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. പോലീസ് വിളിക്കുന്നു ഗൈസ്, എന്താന്ന് ചോദിക്കാം. എന്താ സാറേ വിളിച്ചത്? ബൈക്കിൻ്റെ അടുത്തോട്ടൊന്നും പോവല്ലും. ബൈക്കിൻ്റെ അടുത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ 2 കോടി രൂപയുടെ മുതലാടാ, അല്ലാതെ എനിക്കൊക്കെ കളിക്കാനുള്ള വണ്ടികളല്ലടാ. അതുകൊണ്ട് അതിൻ്റെ അടുത്തൊന്നും പോകണ്ട മോൻ, നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോ. ഗൈസ് അപ്പം നമ്മളെ സാറും കാരണം നല്ല വഴക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ആ വണ്ടിയുടെ അടുത്ത് നിന്നതിന്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല ഗൈസ്, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. അപ്പം എന്തായാലും ഗൈസ് ഒരു നാൾ ഗൈസ് ഈ ഒരു വണ്ടി നമ്മളെ കയ്യിൽ ഇരിക്കാം. ഒരു നാളല്ല ഗൈസ്, ഇന്ന് രാത്രി തന്നെ ഈ വണ്ടി നമ്മളെ കയ്യിരിക്കും ഗൈസ്. ഈ വണ്ടി മുഴുവനായിട്ട് എനിക്കൊന്ന് നിരീക്ഷിക്കണം. ഇവിടെ നിന്നാൽ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മളെ വീട്ടിൻ്റെ ഏറ്റവും മുകളിൽ കയറിയതിനു ശേഷം നമുക്ക് നോക്കാം ഗൈസ്, നമ്മൾ ആ വണ്ടികളെ നിരീക്ഷിച്ച് നോക്കാം. അപ്പോഴത്തേക്ക് അതിന് വേണ്ടി ഗൈസ് നമ്മളെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ജെറ്റ് പാക്കറ്റുകളൊക്കെ എടുത്തിട്ട് ഗൈസ് നമ്മളെ വീട്ടിൻ്റെ മണ്ടയിൽ കയറിയിട്ട് കാണാം ഗൈസ്. കാര്യം ഗൈസ് അങ്ങനെ ആ മണ്ടയിൽ ഇങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളെ സ്നൈപ്പറുകളൊക്കെ എടുത്ത് നോക്കാം ഗൈസ്, ആ വണ്ടി മുഴുവൻ നിരീക്ഷിക്കാം. എൻ്റെ പൊന്നെ, അതൊരു അടിപൊളി വണ്ടി തന്നെ. ഗൈസ് ഇത്
ഗൈസ് നമ്മളെ എല്ലും കാലൊക്കെ കൊണ്ടുണ്ടാക്കിയ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അത് അടിപൊളി വണ്ടി തന്നെ ഗൈസ്. ഇവിടെ ആരാണ്ട് പോകുന്നുണ്ടല്ലോ ഗൈസ്. ഇവർ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവരല്ലേ ഗൈസ്. ഞാൻ തന്നെ നോക്കുന്നു ഗൈസ്. ഇവിടെ കണ്ടു പരിചയമുള്ള അമ്മുമ്മ. നീ നമ്മളെ ജെറ്റ് പാക്ക് വണ്ടി നീ താഴെ ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. നമ്മൾ ഇറങ്ങിയപ്പം ഗൈസ് അപ്പുറത്ത് അയ്യത്തായി പോയി ഗൈസ്. അതൊക്കെ പോട്ട് ഗൈസ് നമ്മൾ ജെറ്റ് പാറ്റിന് ആളൊക്കെ ഞാൻ അവിടെ ലോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇച്ചിരി നേരം ഗൈസ് നമ്മളെ കമ്പ്യൂട്ടർ ഗെയിമുകളൊക്കെ കളിക്കാം. അപ്പോഴത്തേക്കാണെങ്കിൽ രാത്രികളൊക്കെ ആവുമെന്നുള്ളൊരു പ്രതീക്ഷ ഗൈസ്. അപ്പം ഇത് ഗൈസ് നമുക്കാണെങ്കിൽ ഇനി കമ്പ്യൂട്ടറിൽ ആളൊക്കെ ഗെയിം കളിക്കാം ഗൈസ്. എൻ്റെ പൊന്നെ ഗെയിം കളിച്ച് ഗൈസ് സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. ഞാൻ കുറേ നേരം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അതൊക്കെ പോയിട്ട് ഗൈസ് നമുക്ക് ചെയ്യാനുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ബൈക്കിലാണ് ഗൈസ് നമ്മൾ സ്റ്റീലിങ് ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പേ ഗൈസ് നമുക്ക് മാസ്കിങ്ങുകളൊക്കെ ധരിക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ ബാഗുകളൊക്കെ നമുക്ക് എടുത്തു വെക്കാം ഗൈസ്. അങ്ങനെ ഞാൻ ബൈക്കിലും ആളാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ ആ ഒരു ഹെൽമെറ്റിങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. ആളെ തിരിച്ചറിയാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തേക്ക് ആളെ കാണുകയാണെങ്കിൽ ഗൈസ് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ അടിപൊളിയാക്കി ആളൊക്കെ ആവുകയാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ ഗൈസ് ഇങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം ഗൈസ്. ആ വണ്ടികളൊക്കെ എടുക്കണം ഗൈസ്. ആ 2 കോടി രൂപയുടെ വണ്ടി നമുക്ക് തൊടാൻ പറ്റത്തില്ലെന്ന് സാറ് നമ്മളെ വെല്ലുവിളിച്ചു ഗൈസ്. പിന്നെ നമ്മളൊന്ന് നോക്കാൻ നിൽക്കുന്നില്ല ഗൈസ്. നമ്മളങ്ങ് ചെല്ലുന്നു ഗൈസ്. ആ വണ്ടികളൊക്കെ നമ്മളങ്ങ് നൈസിനെ അടിച്ചങ്ങ് മാറ്റുന്നു ഗൈസ്. നമുക്കാണെങ്കിൽ മതിലുകളൊക്കെ ചാടാം ഗൈസ്. പയ്യെ മതിൽ ചാടാം. അവിടെ സാറന്മാരൊക്കെ ഉറങ്ങി കാണും. എൻ്റെ പൊന്നെ അവിടെ നിൽക്കുന്നു ഗൈസ് നമ്മളെ സാറ് കാണും. അവിടെ നിൽക്കട്ടെ ഗൈസ് നമ്മൾ സാറ്. അപ്പം നമ്മളാണെങ്കിൽ ഗൈസ് നമ്മൾ മിസൈലാണ് ഗൈസ് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ മിസൈൽ എടുക്കുക ഗൈസ്. അപ്പം അത്രേ ഉള്ളു ഗൈസ്. തീർന്നു ഗൈസ്. അതുപോലെ തന്നെ അത് ഗൈസ് തീർന്നിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് നേരെ ഗൈസ് ഇതും കൊടുത്ത് ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ട് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീടാണെങ്കിൽ ഇതിൻ്റെ അടുത്താണ് ഗൈസ്. ജോണിൻ്റെ വീടാണെങ്കിൽ ഇതിൻ്റെ 20 കിലോമീറ്ററിൻ്റെ അപ്പുറത്തല്ല ഗൈസ്. അപ്പോൾ 2 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അവിടെ ആളൊക്കെ കൊണ്ടുവെക്കാമെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഗൈസ് നമ്മളെ നേരത്തെ പിടിക്കാം. അതുകൊണ്ട് തന്നെ ഗൈസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പം ഏറ്റവും കൂടുതൽ ഷെയറിങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഗൈസ്. നമ്മളെ ഉടനെ തന്നെ ഒരു ഗീവ്അവേകളൊക്കെ ഒഴുക്കുന്നതായിരിക്കും. അതൊക്കെ ഗൈസ് വേറെ കാര്യം. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട്ടിൽ ഗൈസ് കൊണ്ടുപോയി ഈ വണ്ടികളൊക്കെ അങ്ങ് വെച്ചേക്കാം. പെട്ടെന്നാവട്ടെ ഗൈസ്. അവൻ വല്ല എണീക്കുന്നതിന് മുമ്പ് വന്ന് വണ്ടി എടുത്തില്ലെങ്കിൽ ഗൈസ് തകർന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് വല്ലതും വെക്കാം ഗൈസ്. എൻ്റെ പൊന്നെ ഇങ്ങോട്ട് പോടാറാതെ. എൻ്റെ മോനെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഗൈസ്. മരയത്ത് പോലും ഈ തീ അണയത്തില്ല ഗൈസ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ പ്രത്യേകത. അവൻ എണീക്കുന്നതിന് മുമ്പ് ഗൈസ് നമുക്ക് നീ വന്ന് എടുക്കാം ഗൈസ് വണ്ടി. ഗൈസ് അവൻ ഇതുവരെ അവിടെ എണീച്ചില്ല ഗൈസ്. ഞാൻ പെട്ടെന്ന് നിങ്ങളൊക്കെ അവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആ ബൈക്കുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അവനും അറിഞ്ഞില്ല, പോലീസും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല ഗൈസ്. എൻ്റെ മോൻ എന്തായാലും ഗൈസ് നമ്മൾ ആ വിജയമായി ഗൈസ്. എൻ്റെ പൊന്നെ ഇതിനകത്ത് കൂടെ ഇനി കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ കാണും ഗൈസ്. പരാതികൾ കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ കൊണ്ടുപോകാം. ഇതെന്താണ് ഗൈസ്? ഇത് പ്ലെയിനാണോ ഗൈസ്? ഗൈസ് ഇത് ഗോസ്റ്റ് ഡ്രൈവർ ബൈക്ക് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് തീ മാത്രമേ ഉള്ളെന്ന് ഗൈസ്. ഇത് പറക്കുകയും ചെയ്യും ഗൈസ്. വല്ലവരും വണ്ടി തട്ടിയാൽ വണ്ടി പൊട്ടുകയും ചെയ്യും ഗൈസ്. എനിക്ക് ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നത് ഗൈസ്. എയറോപ്ലെയിനിലൊന്നും ഇടിക്കേണ്ട ഗൈസ്. നമുക്ക് വിഷയമാവും. നമുക്കിവിടെ ഫ്ലൈ മോഡ് ഇടാൻ ഗൈസ്. കണ്ടോ ഗൈസ്? ഫ്ലൈ മോഡുള്ള എൻ്റെ ഉപകാരമൊക്കെ കണ്ടു ഗൈസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് കണക്കത്തെ വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.